ഹരേ കൃഷ്ണ. ഹനുമാൻ സുഗ്രീവനുമായിട്ട് കണ്ടുമുട്ടുന്ന ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. സുഗ്രീവൻ ഹനുമാനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അങ്ങ് ഈ സിദ്ധികളെല്ലാം നേടിയത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇതാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ബാക്കി ഭാഗമാണ് പറയുവാൻ പോകുന്നത്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, സുഗ്രീവ, നിത്യാഭ്യാസവും മനോനിഷ്ഠയും ഭക്തിയുമുണ്ടെങ്കിൽ നേടാനാവാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല. മനോബലമുള്ളവന് കായബലമുണ്ടാകും. യഥാർത്ഥ ഭക്തിയുള്ളവർ പരമോന്നതനുമാകും. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. എൻ്റെ വിജയത്തിന് കാരണങ്ങളും ഇവയൊക്കെ തന്നെയാണ്. അങ്ങയെ കാണാനും അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് അറിയാനും കഴിഞ്ഞ ഞാൻ തികച്ചും ഭാഗ്യവാൻ തന്നെയാണ്. ഇതിനെല്ലാം അങ്ങയോട് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? സുഗ്രീവ, നീ നന്ദി പറയേണ്ടത് എന്നോടല്ല, സകല ചരാചരങ്ങളുടെയും സംരക്ഷകനായ സാക്ഷാൽ ശ്രീ കൈലാസനാഥനോടാണ്. നാം തമ്മിൽ സന്ധിക്കണമെന്നത് ദൈവനിശ്ചയമാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. നമ്മുടെ സുഹൃത്ബന്ധം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് മഹത്തായ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്. ഇനി താങ്കൾക്ക് വിശ്രമം ആവശ്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാര്യത്തിലേക്ക് കടക്കാം. ഹേ മിത്രമേ, അങ്ങയെ കണ്ട മാത്രയിൽ എൻ്റെ എല്ലാ ക്ഷീണവും എന്നെ വിട്ടകന്നു. അങ്ങയുടെ വിശ്വരൂപം ദർശിക്കാൻ ഇനിയെങ്കിലും അങ്ങ് എനിക്ക് അവസരം തരണം. സുഗ്രീവൻ്റെ ആഗ്രഹം കേട്ട് ഹനുമാൻ ഒരു മലയുടെ ശിഖരത്തിൽ കയറി നിന്നു ഉഗ്രമായി ഗർജിച്ചു. ആ ഉഗ്രശബ്ദം കേട്ട് മലകളും പർവ്വതങ്ങളും കിടുങ്ങി. പക്ഷികൾ ഭയന്ന് ചിറകടിച്ച് നാലുപാടും പറന്നു. കാട് കിടിലം കൊണ്ട് സുഗ്രീവൻ ഒരു നിമിഷം ഞെട്ടിവിറച്ചു. ക്രമേണ മാരുതി വളർന്നു ആകാശം മുട്ടെ ഭീമാകാരനായി നിന്നു. ആ ഉഗ്രരൂപം ദർശിച്ച സുഗ്രീവന് തല കറങ്ങുന്നതായി തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറി. പേടിച്ചു വിറച്ച സുഗ്രീവൻ അടുത്ത് കണ്ട മരത്തിൽ തല ചായ്ച്ച് നിശ്ചലം നിന്നുപോയി. ആ രൂപം അധിക സമയം കണ്ടു നിൽക്കാനാവാതെ സുഗ്രീവൻ അപേക്ഷിച്ചു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്.